ചെറിയ ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. 4 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. പക്ഷേ മോഡൽ എക്സാമിന് വന്നത് വെറും 3 മാർക്കിന് മാത്രമായിരുന്നു. സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഹൈ ഗൈസ്, വെൽക്കം ടു എജ്യൂപോഡ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ ഷുവറായിട്ട് നമ്മൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. റെഡി ആണല്ലോ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. സൈൻ ഇൻവേഴ്സ് 1/√2. സൈൻ എവിടെ 1/√2 ആകാൻ നോക്കിയാൽ മതി. സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് π/4 അല്ലേ. സൈൻ 1/√2 ആകുന്ന ആംഗിൾ എന്ന് പറയുന്നത് π/4 ആണ്, അല്ലെങ്കിൽ 45 ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലേ. സോ അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/2. ഈ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സൈൻ ഇൻവേഴ്സ് -x ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? മൈനസ് സൈൻ ഇൻവേഴ്സ് x എന്നാ. ഇതിന് മാത്രമാണോ നമ്മൾ ഇങ്ങനെ ചെയ്യുക? അല്ല. സൈൻ ഇൻവേഴ്സ് -xന് മാത്രമല്ല, ഇതേപോലെ തന്നെ കൊസീക്ക് ഇൻവേഴ്സ് -x വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മൈനസ് പുറത്തിടും, എന്നിട്ട് മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് x എന്ന് എഴുതുക. സിമിലർലി ടാൻ ഇൻവേഴ്സ് -x വന്നാലും നമ്മൾ എഴുതുക മൈനസ് ടാൻ ഇൻവേഴ്സ് x എന്നാണ്. ഇത് മൂന്നും നിങ്ങളൊരു സെറ്റായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഇതേപോലെ തന്നെ അടുത്തത് ഇങ്ങനെയാണ്. കോസ് ഇൻവേഴ്സ് -x ആണെങ്കിൽ അത് നമ്മൾ എഴുതുക പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x എന്നാണ്. അതേപോലെ തന്നെ കോസ് സീക്ക് ഇൻവേഴ്സ് -x ആണെങ്കിൽ അത് നമ്മൾ എഴുതുക പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് x എന്നാണ്. നോട്ട് ചെയ്യണേ. സിമിലർലി കോട്ട് ഇൻവേഴ്സ് -x ആണെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് x. അതായത് നിങ്ങളുടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ സൈന് കൊസീക്ക് ടാന് ഇത് മൂന്നിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ മൈനസ് സൈൻ ഇൻവേഴ്സ് x മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് x മൈനസ് ടാൻ ഇൻവേഴ്സ് x ചെയ്തു. ആൻഡ് കോസ് സീക്ക് കോട്ടാണെങ്കിൽ പൈ മൈനസ് എന്ന് പറഞ്ഞത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x, പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് x, പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് x. സിമ്പിളാ സാർ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിക്കുക നിങ്ങൾ. സൈൻ ഇൻവേഴ്സ് -1/2. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? സൈൻ ഇൻവേഴ്സ് -1/2 ആണെങ്കിൽ ഈസി, മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് എഴുതിയാൽ മതി. സൈൻ 1/2 ആവുന്ന ആംഗിൾ 30 π/6. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? മൈനസ് π/6. കിട്ടിയല്ലോ. റെഡി? നോക്കിക്കേ. ഓക്കെ ആണ്. സോ അങ്ങനെയാണെങ്കിൽ അടുത്തത് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -√3/2. ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കുക. കോസിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നു. കോസിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ ഏതിന് മൂന്നെണ്ണത്തിനാണ് പൈ മൈനസ് ചെയ്താൽ? കോസ് സീക്ക് കോട്ട്, കോസ് സീക്ക് കോട്ട്, കോസ് സീക്ക് കോട്ട് കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് √3/2. എടാ, കോസ് √3/2 ആവുന്നത് 30 ഡിഗ്രി π/6. ആ ടേബിൾ കൃത്യമായിട്ട് പഠിക്കണേ. സോ യുവർ ആൻസർ വിൽ ബി പൈ മൈനസ് π/6. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ 6π മൈനസ് പൈ ഓൾ ഡിവൈഡഡ് ബൈ 6. അപ്പോൾ ആൻസർ എത്രയാ? 5π/6. സിമ്പിൾ അല്ലേ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഈസിയാ, പ്രശ്നമൊന്നുമില്ല. നോക്ക്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. സിമ്പിളായുള്ള കാര്യം. എടാ, ടാൻ ഇൻവേഴ്സ് 1, ടാൻ 1 ആകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ π/4 ആണ്. പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 അത് നമ്മൾ എങ്ങനെ എഴുതുക? കോസ് ഇൻവേഴ്സ് -x ആണെങ്കിൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x എന്ന് എഴുതണം. അതായത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് എഴുതിയാൽ മതി. കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അതിന് അടുത്തത് സൈൻ ഇൻവേഴ്സ് -1/2. സൈൻ ഇൻവേഴ്സ് -x വന്നാൽ മൈനസ് സൈൻ ഇൻവേഴ്സ് x ആണ്. അപ്പോൾ മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാം. ശരിയാണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. π/4 പ്ലസ് പൈ മൈനസ് കോസ് 1/2 ആവുന്നത് 60 എന്ന് പറഞ്ഞാൽ π/3. അപ്പോൾ പൈ മൈനസ് π/3 പ്ലസ് പ്ലസും ഇവിടെ ഒരു മൈനസ് കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ മൈനസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. മൈനസ് സൈൻ 1/2 ആവുന്നത് π/6. ഓക്കെ സാർ, സിമ്പിൾ. ആൻഡ് ഇതോ നിങ്ങളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ എന്താ ആൻസർ കിട്ടുക? π/4 പൈ മൈനസ് π/3 എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു 3, 3π മൈനസ് പൈ 2π. അപ്പോൾ 2π/3 എന്ന് വരും. അപ്പോൾ ആൻസർ ഇതാ 2π/3. പിന്നെ എന്തുണ്ട്? ഒരു മൈനസ് π/6 കൂടി ഉണ്ട്. എടാ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഇതൊക്കെ 6, 3, 4 എല്ലാം 12ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. എല്ലാം 12 ആക്കിയിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? അപ്പോൾ ഇവിടെ 12 ആക്കണമെങ്കിൽ ഇൻറ്റു 3, അപ്പോൾ ഇവിടെയും ഒരു ഇൻറ്റു 3. ഇവിടെ 12 ആക്കണമെങ്കിൽ ഒരു ഇൻറ്റു 4, അപ്പോൾ ഇവിടെയും ഒരു ഇൻറ്റു 4. ഇവിടെ 12 ആക്കണമെങ്കിൽ ഒരു ഇൻറ്റു 2, അപ്പോൾ ഇവിടെയും ഒരു ഇൻറ്റു 2. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ നോക്കിക്കേ. ആൻസർ ഈസ് ഡിനോമിനേറ്ററിൽ 12 എല്ലായിടത്തും 12 ആണ്. അപ്പോൾ 12 3 ഇൻറ്റു പൈ 3π പ്ലസ് 2π ഇൻറ്റു 4 ദാറ്റ് ഈസ് 8π, 2 ഇൻറ്റു പൈ 2π. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ മൈനസ് അല്ലേ? അപ്പോൾ മൈനസ് 2π. സോ നിങ്ങൾ ആൻസർ നോക്കിക്കേ. 11π മൈനസ് 2π 9π. അപ്പോൾ നിങ്ങളുടെ ആൻസർ വരിക 9π/12. ഇതൊന്നുകൂടി ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 9ഉം 12ഉം 3 വെച്ച് കട്ട് ചെയ്തുകൂടെ? 9ൽ 3 ടൈംസ്. അപ്പോൾ 3π/12ൽ 3 4 ടൈംസ്. സോ ആൻസർ വിൽ ബി
3π/4. അപ്പോൾ ഇങ്ങനത്തെ ഏത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണം. കൺഫ്യൂഷൻ ഒന്നുമില്ല, ഈസി ആണല്ലോ. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. കോസ് ഇൻവേഴ്സ് കോസ് π/3. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സാ കിട്ടുക. സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്തു. അതേപോലെ തന്നെ കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു അതും എക്സാ കിട്ടുക. ഇത് രണ്ടെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കുക. കണ്ടീഷൻ കൂടി ആലോചിച്ച് പഠിച്ചാൽ സെറ്റാ. എക്സ് ബിലോങ്സ് ടു എക്സ് ഉണ്ടാവുക. നിങ്ങൾ സൈൻ ഇൻവേഴ്സ് എക്സ് പഠിച്ചപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റേഞ്ച് പഠിച്ചിട്ടുണ്ട്. ആ റേഞ്ച് തന്നെ എക്സ് ബിലോങ്സ് ടു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താ? ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 to π/2. അപ്പോൾ ഇത് തന്നെ. ആൻഡ് അടുത്തത് ഇവിടെയോ എക്സ് ബിലോങ്സ് ടു കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താ? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to π. ഇത് തന്നെ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ ഇങ്ങനെ വരും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വെക്കണം. എന്താ? സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആണ്. ഏത് കണ്ടീഷനിലടാ? എക്സ് ബിലോങ്സ് ടു -π/2 to π/2. എക്സ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -90 ഉള്ളിലാണെങ്കിൽ, അന്തർമേഹ അല്ലേ, ഉള്ളിലാണെങ്കിൽ. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. എക്സ് 0-ൻ്റെയും π-ൻ്റെയും ഉള്ളിലാണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെലാണ് കൊടുത്തത്. അപ്പോൾ 0ഉം πയും ഇൻക്ലൂഡഡ് ആയേക്കാം. നോട്ട് ദ പോയിന്റ്. അപ്പോൾ നോക്കിക്കോ, കോസ് ഇൻവേഴ്സ് കോസ് π/3 നമ്മൾ ഇങ്ങനെ എഴുതുമ്പോഴേ കോസ് ഇൻവേഴ്സ് കോസ് π/3 ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എങ്ങനെ എഴുതാം നോക്കിക്കോ. കോസ് ഇൻവേഴ്സ് കോസ് π/3. അപ്പോൾ ഇത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോസ് ഇൻവേഴ്സും കോസും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും സാർ? π/3. അത് പ്രശ്നമുണ്ടോ? അങ്ങനെ എഴുതുന്നതിന് പ്രശ്നമുണ്ടോ? ഇല്ല. നോക്ക്, ഇത് കട്ട് ചെയ്ത് എഴുതണമെങ്കിൽ ഈ π/3 ഈ ഇൻ്റർവെലിനുള്ളിലായാൽ മതി. 0-ൻ്റെയും 180-ൻ്റെ ഇടയിൽ. π/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60. 0-ൻ്റെയും 180-ൻ്റെ ഇടയിലല്ലേ 60. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ആൻസർ ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. ഈസി ആണല്ലോ, മനസ്സിലായിട്ടുണ്ട്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമായിരുന്നു. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് കോസ് 7π/6. ഇത് ക്യാൻസൽ ചെയ്ത് എനിക്ക് 7π/6 എഴുതാൻ പറ്റുമോ? ഇല്ല. അതെന്താ? ഇവിടെ പൈക്ക് പകരം വെറുതെ ഒന്ന് 180 കൊടുത്തു നോക്ക്. 180/6 30. 7 × 30 210. 210. 210 എന്ന് പറയുന്നത് ഈ ഇൻ്റർവെലിൻ്റെ പുറത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ എഴുതാൻ പറ്റൂല. അപ്പോൾ സാർ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അങ്ങനെ എഴുതാൻ പറ്റില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ 7π/6 ഒന്ന് മാറ്റി എഴുതണം. എങ്ങനെ 7π/6 മാറ്റി ചെയ്താൽ? ഇതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്. നോക്കിക്കേ, 7π/6 ഡിനോമിനേറ്ററിൽ എന്താ നോക്കുക? 6. ആ 6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ന്യൂമറേറ്ററിൽ വരുന്ന നമ്പറിൻ്റെ അടുത്ത് വരുന്നത് ഏതാ നോക്കുക? 7ൻ്റെ അടുത്ത് 6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് 6 തന്നെയാണ്. അപ്പോൾ 7π എന്നുള്ളത് നിങ്ങൾ 6πൻ്റെ ടേമിൽ എഴുതുക. 6π എന്ന് പറഞ്ഞാൽ 7π ആയോ? ഇല്ല. ഒരു പൈ കൂടി കൂട്ടി കൊടുത്താൽ ഇപ്പോൾ 7π ആയി. ഓൾ ഡിവൈഡഡ് ബൈ 6. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഇതിനൊന്നുകൂടി സ്പ്ലിറ്റ് ചെയ്ത് 6π/6 + π/6 എന്ന് മാറ്റി എഴുതുന്നു. 6ഉം 6ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പൈ, ആൻഡ് ഇവിടെ വരുന്നത് π/6. അപ്പോൾ ഇതാണ് എന്ത്? ഈ 7π/6നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എടാ നിങ്ങളുടെ ആൻസർ നോക്കിക്കോ, ഈസിയാണ്. ഇവിടെ നിങ്ങൾ മാറ്റിയിട്ട് കോസ് ഇൻവേഴ്സ് കോസ് 7π/6 ഇതല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതാൻ പോവാം. എങ്ങനെ മാറ്റി എഴുതുന്നതെന്ന് അറിയോ? കോസ് ഇൻവേഴ്സ് കോസ് 7π/6 എങ്ങനെയാണ് സാർ മാറ്റേണ്ടത്? പൈ + π/6. എന്താണ്? പൈ + π/6. ഇനി നോക്കിക്കേ, കൃത്യമായിട്ട് നോക്കിക്കോ. കോസ് ഇൻവേഴ്സ് അതങ്ങനെ തന്നെ നിൽക്കട്ടെ. കോസ് എടാ ഇനി ശ്രദ്ധിച്ചോ, പൈയുടെ മൾട്ടിപ്പിൾസ് ഇതൊരു ലാർജ് ആംഗിളാണ്. നമ്മൾ ഇങ്ങനെ എഴുതി പഠിച്ചിട്ടുണ്ട്. പൈയുടെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ ലാർജ് ആംഗിൾ എഴുതുമ്പോൾ, സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ എഴുതുമ്പോൾ പൈയുടെ മൾട്ടിപ്പിൾസ് വരുന്നുണ്ടോ? ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫംഗ്ഷൻ. അതായത് കോസ് ആണോ ഇവിടെയും എന്ത് തന്നെ ഉണ്ടാവും? കോസ് തന്നെ ഉണ്ടാവും. ആൻഡ് ഇവിടെ വരുന്നത് ഏതാണോ അതാ ഇവിടെ കൊടുക്കുക. അപ്പോൾ കോസ് π/6 ആണ് ആൻസർ വരിക. പക്ഷേ ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? ഇതിൻ്റെ ക്വാഡ്രൻ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. പൈ + π/6. പൈ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ എത്തും. അത് ഏത് ക്വസ്റ്റ്യനിലും നിങ്ങൾ ചെക്ക് ചെയ്യണം. + π/6 എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രൻറ്റ് AST. ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ആവും. ഇവിടെ കോസിൻ്റെ വാല്യൂ അല്ലേ നമ്മൾ ഫൈൻഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ ആൻസർ വരും എന്തായിരിക്കും? നെഗറ്റീവാണ്. കോസ് ഇൻവേഴ്സ് മൈനസ് കോസ് π/6. ശ്രദ്ധിച്ചോ, ഇനി ശ്രദ്ധിച്ചോ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. കോസ് ഇൻവേഴ്സ് -x ആണെങ്കിൽ എന്താണ് ആൻസർ? കോസ് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞ ഫോമുല ഉള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതാ -x എന്ന് പറഞ്ഞ ഫോമുല അല്ലേ ഉള്ളത്. അപ്പം -x ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതാ. നോക്കിയേ, -x എന്ന് പറഞ്ഞ ഫോമുല ഉള്ളത്. x ആയിട്ടുള്ളത് ഇവിടെ എന്താ? കോസ് π/6 ആ. കോസ് ഇൻവേഴ്സ് -x ആണെങ്കിൽ നിങ്ങൾ ആൻസർ എങ്ങനെ എഴുതണം എന്നാണ് പറഞ്ഞത്? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x. അപ്പോൾ ഇതാ പൈ മൈനസ് കോസ് ഇൻവേഴ്സ്, ഇവിടെ എക്സിന് പകരം നമ്മൾ കൊടുത്തത് എന്താ? കോസ് π/6. അപ്പോൾ നിങ്ങളുടെ ആൻസർ ആയോ? ഇല്ല. കോസ് ഇൻവേഴ്സും കോസും ക്യാൻസൽ ചെയ്യാം. കോസ് ഇൻവേഴ്സും കോസും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? π/6 കിട്ടും അല്ലേ? അപ്പോൾ അതാ നോക്ക്, പൈ മൈനസ് π/6 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പൈ × 6 6π മൈനസ് π/6. അപ്പോൾ അത് ആൻസർ എന്താ വരിക? 6π - π എന്ന് പറഞ്ഞാൽ 5π/6.
ഇതാണ് ആൻസർ. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത് ആ ഇൻ്റർവെലിനുള്ളിലാണോ വരിക എന്നുള്ളത്. എടാ കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to π, 0ൻ്റെ 180ൻ്റെ പൈക്ക് പകരം വെറുതെ 180 കൊടുത്താൽ 180/6 30 30 × 5 150 150 ഈ ഇൻ്റർവെലിനുള്ളിലാണ് വരിക. അപ്പോൾ ആൻസർ എന്താ? കറക്റ്റാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. ആൻഡ് അടുത്ത സൈന് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇഫ് -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 ദെൻ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, എക്സ് തന്നെയാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്. ഏതാ കണ്ടീഷൻ? എക്സ് ബിലോങ്സ് ടു ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇൻ്റർവെൽ തന്നെ കേട്ടോ. എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 to π/2 -90ൻ്റെയും ഇടയിലാവണം സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആവണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ സാർ നോക്ക് 2π/3 നമുക്ക് ക്യാൻസൽ ചെയ്ത് 2π/3 എന്ന് എഴുതാൻ പറ്റുമോ? സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 ആണെങ്കിൽ ഇല്ല. പൈക്ക് പകരം 180 കൊടുത്താൽ 180/3 62 × 60 120 അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റും. 2π/3 മാറ്റിക്കോ. 2π/3 എങ്ങനെ മാറ്റുക? 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഈ 2ൻ്റെ അടുത്തുള്ളത് 3 തന്നെയാണ്. അപ്പോൾ 2π 3ൻ്റെ ടേമിൽ എഴുതുക, 3πൻ്റെ ടേമിൽ. അപ്പോൾ 3π - π ആയെങ്കിൽ 2π ആകും /3. 3π/3 - π/3 സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. 3യും 3യും ക്യാൻസൽ ചെയ്ത് പോയാൽ π - π/3 എന്ന് കിട്ടും. അതായത് ഇതിനെ മാറ്റിയിട്ട് ഇങ്ങനെ എഴുതാം. ഇനി നോക്കിക്കോ, ഇനി സിമ്പിളാ. സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 ആണെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റിയിട്ട് സൈൻ ഇൻവേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടത്? സൈൻ എങ്ങനെ സാർ? π - π/3 π - π/3. അപ്പോൾ നോക്കിക്കോ, ഇങ്ങനെയാണെങ്കിൽ പൈയുടെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ π - π/3 ആണെങ്കിൽ ഇവിടെ സൈന് തന്നെയാണ് വരിക. പൈയുടെ മൾട്ടിപ്പിൾസാ, ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യൂല. ഇവിടെയുള്ള ആംഗിൾ ഏതാണോ അത് തന്നെയാണ് വരിക. അപ്പോൾ സൈൻ π/3. ക്വാഡ്രന്റ് ചെക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ക്വാഡ്രന്റ് നോക്ക്, π - π/3. π എന്ന് പറഞ്ഞാൽ 180 ഇവിടെ എത്തും. 0 എന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുക. -π/3 എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസിലല്ലേ. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ AS സൈന് പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ സൈനിൻ്റെ ആൻസർ വരുന്നത് പോസിറ്റീവ് ആണ്. ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫൈനൽ ആൻസറായി സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്യാം. സോ യുവർ ആൻസർ വിൽ ബി π/3. ഇത്രയേ ഉള്ളൂ. റെഡി? 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which of the following can be the range of the function cos inverse x? Sin inverse xൻ്റെയും cos inverse xൻ്റെയും ഡൊമൈനും റേഞ്ചും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് രണ്ടെണ്ണത്തിൻ്റെതും അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്തൊക്കെയാ? ഡൊമൈനും റേഞ്ചും കേട്ടോ. ഡൊമൈൻ രണ്ടും സെയിമാണ്. ഡൊമൈൻ ആൻഡ് റേഞ്ച്. റേഞ്ചിന് നമ്മൾ എന്തുകൂടി പറയും എന്നറിയോ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് കൂടി പറയും. അതും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ എന്താ ഡൊമൈനും റേഞ്ച് വരുന്നത്? ഡൊമൈൻ ഇതാ രണ്ടിൻ്റെതും സെയിമാണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 to 1. ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 to 1. ഓക്കെ. ആൻഡ് റേഞ്ച്, ഇതിൻ്റെ റേഞ്ച് വരുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 to π/2 ആ. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് ഓർ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെതോ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to π. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ അതേ കാര്യം. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇവിടെ which of the following can be the range of the cos inverse x? അപ്പോൾ cos inverse xൻ്റെ റേഞ്ച് എന്താ? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to π. ഇതാണ് നിങ്ങളുടെ അതിൻ്റെ ആൻസർ. റെഡി? അപ്പോൾ ഇത് പഠിച്ചു വെക്കുക, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. സോ അടുത്തത് ഇങ്ങനത്തെ നമ്മൾ നേരത്തെ പഠിച്ച സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആണ്, കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്, ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് ആണ് എന്നൊക്കെ വെച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസാണ്. സൈൻ ഇൻവേഴ്സ് 2x × √1 - x² = 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ എക്സിന് പകരം കൊടുക്കേണ്ടത് സൈൻ തീറ്റ. ഇവിടെ 2 കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സിന് പകരം കോസ് തീറ്റ കൊടുക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ നോക്ക്, എക്സിന് ഇവിടെ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബ്രാക്കറ്റിനുള്ളത് സൈൻ സംതിങ് എന്ന് പറഞ്ഞ് കിട്ടണം. എന്നിട്ട് അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകണം. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നോക്കിയോ. അപ്പോൾ ഞാൻ ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. എക്സിന് പകരം സൈൻ തീറ്റ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. പ്രശ്നമൊന്നുമില്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവുക. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? LHS ഓഫ് ഓർ ഇക്വേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. സൈൻ ഇൻവേഴ്സ് 2x × √1 - x² അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2. എക്സിന് പകരം നമ്മൾ കൊടുത്തത് എന്താ നോക്കണേ? എക്സിന് പകരം കൊടുത്തത് സൈൻ തീറ്റ, തീറ്റക്ക് പകരം കൊടുത്തത് സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ അതാ സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ ഇങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത്. √1 - എക്സിന് പകരം സൈൻ തീറ്റ ആകുമ്പോൾ x² എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ. ഇങ്ങനെ നിൽക്കട്ടെ. ഇനി ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അതായത് ഇതാ നോക്കിക്കേ, 1 - സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? അതേപോലെ തന്നെ
സൈൻ 2 തീറ്റൻ്റെ എക്സ്പാൻഷൻ ആയിട്ട് നിങ്ങൾ പഠിച്ചതാണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈ ചോദ്യം വളരെ ഈസി ആയിട്ട് ചെയ്യാം. നോക്കിക്കോ, അങ്ങനെയാണെങ്കിൽ സാർ ഇവിടെ വരാൻ പോകുന്നത് ഇനി എന്താ നോക്ക്, സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അങ്ങോട്ട് പോയാൽ സൈൻ സ്ക്വയർ തീറ്റ എന്നായില്ലേ, പ്ലസ് ആയില്ലേ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ച് വെക്കണം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ ഇതാ 2 സൈൻ തീറ്റ റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ നിങ്ങൾക്ക് ആൻസർ കിട്ടുക, റൂട്ട് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ റൂട്ട് കോസ് സ്ക്വയർ തീറ്റ, എടാ സ്ക്വയറും റൂട്ട് കൂടിയും ക്യാൻസൽ ചെയ്തൂടെ, ചെയ്യാൻ പറ്റുമോ? ഈ സ്ക്വയറും ഈ റൂട്ട് കൂടി നമുക്ക് സ്ക്വയറും റൂട്ട് കൂടി നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാണ്. സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. 2 സൈൻ തീറ്റ കോസ് തീറ്റ അവിടെ നമ്മൾ ഓൾറെഡി എഴുതി, അത് സൈൻ 2 തീറ്റയാണ്. അപ്പോൾ നിങ്ങളുടെ ആൻസർ സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്ന് വരും. ഇനി നോക്ക്, സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്തൂടെ, അപ്പോൾ ഫൈനൽ ആൻസർ എന്താ, 2 തീറ്റ. അപ്പോൾ 2 ഇൻറ്റു തീറ്റയ്ക്ക് പകരം നിങ്ങൾ കൊടുത്തത് സൈൻ ഇൻവേഴ്സ് എക്സ്, അപ്പോൾ 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഇത് തന്നെയല്ലേ നിങ്ങളുടെ RHS. നിങ്ങളിപ്പോൾ ഇതുവരെ എഴുതി വന്നത് LHS ആണ്. അപ്പോൾ LHS ഈസ് ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് നിങ്ങളുടെ RHS. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിളാണ്, കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനിതാ ഇവിടെ അഥവാ കോസ് ഇൻവേഴ്സ് എക്സ് വന്നിട്ടുണ്ടെങ്കിൽ എക്സിന് പകരം കോസ് തീറ്റ കൊടുത്താൽ മതി. തീറ്റ കോസ് ഇൻവേഴ്സ് എക്സ് ആവും. ഇക്വേഷനൊക്കെ ഇങ്ങനെ തന്നെയാണ് വരിക. ലാസ്റ്റ് ആൻസറിൽ 2 കോസ് ഇൻവേഴ്സ് എക്സ് കിട്ടും. ഓക്കെ റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക. 3 കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 4x³ മൈനസ് 3x. ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇവിടെ കോസ് ഇൻവേഴ്സ് ഉണ്ട്, ബ്രാക്കറ്റിലൊരു സംഭവം ഉണ്ടല്ലേ, ഇത് കോസ് സംതിങ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് കിട്ടണം. നിങ്ങൾ പഠിച്ചൊരു ഇക്വേഷൻ ആണ്. ഇക്വേഷൻ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. കോസ് 3 തീറ്റ ഈസ് ഈക്വൽ ടു 4 cos³ തീറ്റ മൈനസ് 3 കോസ് തീറ്റ. ഇതാണെന്ത്, നിങ്ങളുടെ കോസ് 3 തീറ്റയുടെ എക്സ്പാൻഷൻ. ഇതേപോലെ തന്നെ സൈൻ 3 തീറ്റൻ്റെതുമാണ്. നിങ്ങൾ ആലോചിച്ച് വെക്കുക. സൈൻ 3 തീറ്റൻ്റെത് 3 സൈൻ തീറ്റ മൈനസ് 4 sin³ തീറ്റ എന്നാണ്. ഈ ക്വസ്റ്റ്യനിലും ഇതേപോലെ ട്വിസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളിതാ ഒന്ന് ആലോചിച്ച് വെക്കുക. ഇവിടെ നിങ്ങൾക്ക് അഥവാ സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x³ ആണ് തരുന്നതെങ്കിൽ നിങ്ങളവിടെ സൈൻ തീറ്റ ആണ് യൂസ് ചെയ്യേണ്ടി വരിക. ഇവിടെ 3 സൈൻ ഇൻവേഴ്സ് എക്സ് കൂടി തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കണം. പക്ഷേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇത് മാത്രമാണ്. അതുകൊണ്ട് സാർ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ബാക്കി ചെയ്ത് നോക്കാം. നോക്കിയേ, ഇവിടുത്തെ RHS ആണ് ഞാൻ എടുക്കുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഞാൻ എക്സ് എന്തായിട്ട് എടുക്കണടാ, നോക്ക്, എനിക്കിവിടെ 4x³ മൈനസ് 3x, 4 cos³ തീറ്റ മൈനസ് 3 കോസ് തീറ്റ, x³ cos³ തീറ്റ. അപ്പോൾ എക്സിന് പകരം എന്തെടുത്താൽ മതി, കോസ് തീറ്റ എടുത്താൽ മതി. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. എക്സിന് പകരം എടുക്കുന്നത് കോസ് തീറ്റ. അങ്ങനെയാണ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ, ഈ കാര്യം മാത്രം മതി നമുക്ക് ചെയ്യാൻ. എക്സ് ഈക്വൽ ടു കോസ് തീറ്റ ആണ്, തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സാർ എന്താ ബാക്കി നോക്കിക്കോ. RHS ആണ് ഞാൻ എടുക്കുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ. കോസ് ഇൻവേഴ്സ് 4x³ എന്നുള്ളത് 4 എക്സിന് പകരം കോസ് തീറ്റ 4 cos³ തീറ്റ മൈനസ് 3x, അത് 3 കോസ് തീറ്റ എന്ന് കൊടുത്തു. ഇതെന്തിൻ്റെ എക്സ്പാൻഷൻ ആണെന്ന് പറഞ്ഞത്, കോസ് 3 തീറ്റൻ്റെ. അപ്പോൾ അതാ നോക്ക്, കോസ് ഇൻവേഴ്സ് കോസ് 3 തീറ്റ. കോസ് ഇൻവേഴ്സും കോസും ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 3 തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കൊടുത്തത്, കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ അതാ 3 കോസ് ഇൻവേഴ്സ് എക്സ്. എടാ ഇതല്ലേ നിങ്ങളുടെ LHS എന്ന് പറഞ്ഞാൽ. RHS നിങ്ങൾ ഇതുവരെ എഴുതി വന്നു, RHSന് ഈക്വൽ ആയിട്ടല്ലേ ഇപ്പോൾ LHSും കിട്ടിയത്. ഇറ്റ്സ് പ്രൂവ്ഡ്. ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളായുള്ള കാര്യമാണ്, ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ടാൻ ഇൻവേഴ്സ് റൂട്ട് 1 + x² മൈനസ് 1/x ഇൻ ദ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണമെങ്കിൽ ഇവിടെയും ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ടാൻ സംതിങ് എന്ന് പറഞ്ഞ ഫോമിലാവണം. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ എക്സിന് പകരം എടുക്കേണ്ടത് ടാൻ തീറ്റ ആണ്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. എക്സിന് പകരം ടാൻ തീറ്റ എടുക്കുന്നു. ആൻഡ് അങ്ങനെയാണ് തീറ്റ എന്തായിരിക്കും, ടാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ്. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. നോട്ട് ചെയ്ത് വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. ഓക്കെ സാർ. ഇനി അങ്ങനെയാണെങ്കിൽ എടാ നിങ്ങൾ അപ്ലൈ ചെയ്തേ, നിങ്ങൾക്ക് അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തേ. സോ നോക്കിക്കോ, ടാൻ ഇൻവേഴ്സ് റൂട്ട് 1 + x² മൈനസ് 1/x. നിങ്ങൾ ഇതിനെ മാറ്റാൻ പോവുക. എങ്ങനെ മാറ്റുന്നത്, ടാൻ ഇൻവേഴ്സ് റൂട്ട് 1 + എക്സിന് പകരം ടാൻ തീറ്റ അല്ലേ, അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആൻഡ് എക്സിന് പകരം ടാൻ തീറ്റ. ഓക്കെ, പ്രശ്നമൊന്നുമില്ലേ. സോ അടുത്ത സ്റ്റെപ്പിൽ ഈ 1 + ടാൻ സ്ക്വയർ തീറ്റ എന്താ, ആക്ച്വലി 1 + ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 1 + ടാൻ സ്ക്വയർ തീറ്റ. എടാ sec² തീറ്റ മൈനസ് 1 ഈക്വൽ ടു sec² തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ആ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇങ്ങോട്ട് വന്നാൽ 1 + ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു
സീക്ക് സ്ക്വയർ തീറ്റ അറിയാവുന്നതല്ലേ. സോ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇത് എങ്ങനെ എഴുതാൻ പോകുന്നതെന്ന് അറിയോ? ടാൻ ഇൻവേഴ്സ് റൂട്ടിൻ്റെ ഉള്ളിൽ 1 + ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം സീക്ക് സ്ക്വയർ തീറ്റ എന്ന് എഴുതി -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റയ്ക്ക് പകരം ടാൻ തീറ്റ തന്നെ എഴുതി അടുത്ത സ്റ്റെപ്പിൽ മാറ്റാം. ഈക്വൽ ടു റൂട്ടും സ്ക്വയറും ഈ റൂട്ടും ഈ സ്ക്വയറും ക്യാൻസൽ. ആൻഡ് അങ്ങനെയാണെങ്കിൽ നോക്ക് ടാൻ ഇൻവേഴ്സ് സീക്ക് തീറ്റ -1 ബൈ കോസ് തീറ്റ എന്ന് വരിക. എടാ ഞാൻ ഈ സീക്ക് തീറ്റ അല്ലേ ഇവിടെയുള്ള ഈ സീക്ക് തീറ്റ റൂട്ട് സ്ക്വയറും ക്യാൻസൽ ചെയ്തില്ലേ, അപ്പോൾ സീക്ക് തീറ്റ -1 എന്നുള്ളത് സീക്ക് തീറ്റനെ ഞാൻ 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതട്ടെ. -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റനെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇതൊന്ന് നിങ്ങളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. ടാൻ ഇൻവേഴ്സ് 1 തന്നെ -1 ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്, ഓക്കെ ആണ്. ഓൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നുണ്ട്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ കോസ് തീറ്റയും ക്യാൻസൽ ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫൈനൽ ആൻസർ കിട്ടുക ആകെ ഇവിടെ ബാക്കിയുള്ളത് ടാൻ ഇൻവേഴ്സ് 1 - കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ശരിയല്ലേ? ഈക്വൽ ടു നോക്കണേ ടാൻ ഇൻവേഴ്സ് 1 - കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതിന് കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് വെച്ചോ. സൈൻ തീറ്റ ഞാനുണ്ടല്ലോ നമുക്കറിയാവുന്ന ഇക്വേഷൻ തന്നെ സൈൻ എക്സോ സൈൻ തീറ്റ അല്ല ഇവിടെ ഉള്ളത്. സൈൻ തീറ്റനെ നമ്മൾ ഹാഫ് ആംഗിൾ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് 2 sin θ/ 2 cos θ/ 2 എന്ന് എഴുതി. ഇത് നിങ്ങൾക്കറിയാലോ. ഇനി അതേപോലെ തന്നെടാ നിങ്ങൾ കോസ് തീറ്റൻ്റെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 - 2 sin സ്ക്വയർ θ/ 2 ഹാഫ് ആംഗിൾ ഫോർമുല. നമുക്ക് വേണ്ടത് അവിടെ 1 - കോസ് തീറ്റ അല്ലേ. ഈ പ്ലസ് കോസ് തീറ്റ ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു, -2 sin സ്ക്വയർ θ/ 2 ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ നോക്ക് -2 sin സ്ക്വയർ θ/ 2 ഇങ്ങോട്ട് വന്നാൽ പ്ലസ് ആയി, പ്ലസ് കോസ് തീറ്റ അങ്ങോട്ട് പോയാൽ 1 - കോസ് തീറ്റ എന്ന് കിട്ടി. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് ഇതാ 1 - കോസ് തീറ്റയ്ക്ക് പകരം, രണ്ടാമത്തെ ഇതാ ഇതുവാ സൈൻ തീറ്റയ്ക്ക് പകരം നമ്മളിതാ 2 sin θ/ 2 കോസ് θ/ 2 യൂസ് ചെയ്യും. ഈ രണ്ട് ഇക്വേഷനും വെച്ചിട്ടാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാ നോക്കിക്കോ, ഈ രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മൾ ഇതാ ഇതിനെ മാറ്റി എഴുതാൻ പോവാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അതായത് ഇതാ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 - കോസ് തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് 2 sin θ/ 2 കോസ് θ/ 2 ഓൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്? സൈൻ തീറ്റ എവിടെതാ ഇവിടെ 1 - കോസ് തീറ്റയ്ക്ക് പകരം 2 sin സ്ക്വയർ θ/ 2 കേട്ടോ. 2 sin സ്ക്വയർ θ/ 2 സൈൻ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്? 2 sin θ/ 2 ബൈ കോസ് θ/ 2 2 sin θ/ 2 കോസ് θ/ 2. ഇനി നിങ്ങൾ നോക്കിക്കേടാ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തു. ആൻഡ് സൈൻ സ്ക്വയർ θ/ 2 ഒരു സൈൻ θ/ 2 ഇവിടെ നിന്ന് ഒരു സൈൻ θ/ 2 ആൻഡ് നിങ്ങൾക്ക് ഫൈനലി ആൻസർ കിട്ടുക സൈൻ θ/ 2 ബൈ കോസ് θ/ 2. അതെന്താ? ടാൻ θ/ 2 അല്ലേ. സൈൻ θ/ 2 കോസ് θ/ 2 എന്ന് പറഞ്ഞാൽ ടാൻ θ/ 2. ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്തൂടെ? അങ്ങനെയാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ എന്താ? θ/ 2. ഇതാണ് സിംപ്ലസ്റ്റ് ഫോം. പക്ഷേ കഴിഞ്ഞിട്ടില്ല. തീറ്റക്ക് നിങ്ങൾ കൊടുത്ത വാല്യൂ എന്താ? ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നിങ്ങളുടെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് x/2 കിട്ടിയിട്ടുണ്ടല്ലോ. ഈസിയാണ്. ഈ ഒരു ചോദ്യവും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വെക്കുക. ഇത് വരാൻ ചാൻസ് ഉള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിന്. സോ അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മൾ ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് കോസ് x/1 - sin x ഈക്വൽ ടു π/4 + x/2 എന്ന് പ്രൂവ് ചെയ്യണം. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ π/4 + x/2 π/4 + x ഇങ്ങനെയൊക്കെ വരുന്നതിൽ നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. നമ്മൾ ടാൻ x + y ടാൻ x - y ആ ഫോം ആയിരിക്കും യൂസ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ഇവിടെയും ചെറിയ ചേഞ്ച് കൊടുക്കാൻ പോകുന്നുണ്ട്. ചേഞ്ചുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കോസ് എക്സിന് ഞാൻ കൊടുക്കുന്നത് കോസ് സ്ക്വയർ x/2 - സൈൻ സ്ക്വയർ x/2 ആണ്. കോസ് സ്ക്വയർ x/2 - സൈൻ സ്ക്വയർ x/2 ഇതിൽ കൂടെ cos 2x = കോസ് സ്ക്വയർ x - സൈൻ സ്ക്വയർ x അല്ലേ. ഇനി അതേപോലെ തന്നെ 1നെ നമ്മൾ മാറ്റി ഇങ്ങനെയാണ് കോസ് സ്ക്വയർ x/2 പ്ലസ് സൈൻ സ്ക്വയർ x/2. എടാ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 കോസ് സ്ക്വയർ x/2 പ്ലസ് സൈൻ സ്ക്വയർ x/2 1 നോ ഇഷ്യൂ സാർ. ഇനി സൈൻ എക്സിനെ അത് നമ്മൾ ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. സൈൻ എക്സിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 2 sin x/2 കോസ് x/2 എന്ന് മാറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ഈ ബ്രാക്കറ്റിനുള്ളത് ടാൻ സംതിങ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിനെ ഞാൻ ആദ്യം ചേഞ്ച് ചെയ്യുക. അതിനെ മാത്രമേ ഞാൻ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് അത് ഇക്വേഷനിലേക്ക് മാറ്റിയാൽ പോരെ. കോസ് x/1 - സൈൻ എക്സ് ആണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോ. കോസ് എക്സിന് പകരം കോസ് സ്ക്വയർ x/2 - സൈൻ സ്ക്വയർ x/2 കോസ് സ്ക്വയർ x/2 - സൈൻ സ്ക്വയർ x/2 1ന് പകരം കോസ് സ്ക്വയർ x/2 പ്ലസ് സൈൻ സ്ക്വയർ x/2 കൊടുത്തത്. കോസ് സ്ക്വയർ x/2 പ്ലസ് സൈൻ സ്ക്വയർ x/2 1ന് പകരം കൊടുത്തതാണ് ഇത്. ആൻഡ് മൈനസ് സൈൻ എക്സിന് പകരം എന്ത് കൊടുക്കും? 2 sin x/2 കോസ് x/2
2 sin x/2 cos x/2. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചോ, നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഈ പ്രോബ്ലം ഉള്ളത്. cos x/2 ഞാൻ a കൊടുക്കുകയാണെങ്കിൽ ഇത് a² - b² എന്ന് പറഞ്ഞ ഫോമാണ്. a² - b² ആണെങ്കിൽ നമുക്ക് a + b × a - b എന്ന് എഴുതാൻ പറ്റും. പ്രശ്നമൊന്നുമില്ലല്ലോ. നോക്ക്, ഇവിടെ അതേപോലെ തന്നെ cos² x/2 a² ആണെങ്കിൽ a² + sin² x/2 b² ആണെങ്കിൽ a² + b² - 2 × sin x/2. അപ്പോൾ b അല്ലേ, അപ്പോൾ 2ba. ഇതെന്തിൻ്റെ എക്സ്പാൻഷൻ ആക്ച്വലി? a² - 2ab + b². ഇത് a - b² എക്സ്പാൻഷനാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എടാ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തേ. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഇതിനെ മാറ്റി ചെയ്യുന്നത് a + b × a - b. അതായത് cos x/2 - sin x/2 × cos x/2 + sin x/2. നോട്ട് ചെയ്യണേ. ഓക്കെ. ആൻഡ് ഓൾ ഡിവൈഡഡ് ബൈ, നോക്കി ഇത് നമുക്ക് a - b² എന്ന് എഴുതാം. അപ്പോൾ ദാ cos x/2 - sin x/2 ദ ഹോൾ സ്ക്വയർ. നോക്കിക്കേടാ, ഇവിടുന്ന് സ്ക്വയർ ഉള്ള ഒരു ടേം ദാ ഒന്ന് ഞാൻ ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു. cos x/2 - sin x/2 × cos x/2 - sin x/2 അല്ലേ, ഒന്ന് ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? cos x/2 / sin x/2 sin x/2 cos x/2 - sin x/2. ഈ ടേമിനൊക്കെ ഞാൻ ഡിവൈഡഡ് ബൈ cos x/2 ചെയ്യാം. ഓൾ ഡിവൈഡഡ് ബൈ cos x/2. എല്ലാ ടേമിനെയും cos x/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുകയെന്ന് അറിയാം. ഇങ്ങനെ നിങ്ങളുടെ ഇക്വേഷൻ വരിക, cos x/2 / cos x/2 പ്ലസ് sin x/2 / cos x/2 ഓൾ ഡിവൈഡഡ് ബൈ, ഇവിടെയും സെയിം, cos x/2 / cos x/2 മൈനസ് sin x/2 / cos x/2. അങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ cos x / 1 - sin x പകരം ആൻസർ കിട്ടുക എന്താണെന്നറിയോ? cos x / 1 - sin x പകരം നിങ്ങൾക്ക് ആൻസർ കിട്ടുക ഇതല്ലേ നമ്മളിപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്നത്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 1, അത് tan x/2. അപ്പോൾ ദാ 1 + tan x/2 / 1 - tan x/2 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതായത് ഇനി ചെയ്യുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് അറിയാവുന്നതാ tan x + y ആണെങ്കിൽ അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. tan x + tan y / 1 - tan x tan y എന്നാണ്, ഡിവൈഡഡ് ബൈ 1 - tan x tan y. ശരിയല്ലേ? ഇനി ഇതേപോലെ തന്നെ tan π/4 + x/2 ആണെങ്കിൽ അവിടെ ഉള്ളത് എന്താ? 1 + tan x/2 എന്നല്ലേ, 1 + tan x/2 / 1 - tan x/2 അല്ലേ. അപ്പോൾ ദാ ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? tan π/4 + x/2. ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുക? tan π/4 + tan x/2 ഓൾ ഡിവൈഡഡ് ബൈ 1 - tan π/4 tan x/2. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളാണ്. tan π/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 + tan x/2 ഡിവൈഡഡ് ബൈ 1 - tan π/4 1, അപ്പോൾ 1 × tan x/2 ദാറ്റ് ഈസ് tan x/2. അതായത് മക്കളെ ഈ 1 + tan x/2 / 1 - tan x/2 എന്ന് പറയുന്നത് ആരുടെ എക്സ്പാൻഷനാണ്? tan π/4 + x/2ൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതുന്നതെന്ന് അറിയോ? ഇതിന് പകരം നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ എഴുതാം, tan π/4 + x/2. അപ്പോൾ നിങ്ങളുടെ ആൻസറും കിട്ടിയടാ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചത് ഇതാ ഇങ്ങനെയായിരുന്നു, tan ഇൻവേഴ്സ് cos x / 1 - sin x. ഇത് അങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ദാ നോക്ക്, tan ഇൻവേഴ്സ് അതിന് ഈക്വൽ ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഇത്, tan ഇൻവേഴ്സ് tan π/4 + x/2. ബാക്കി നമുക്കറിയാം tan ഇൻവേഴ്സ് tan x ആണെങ്കിൽ tan ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്തു. സോ യുവർ ആൻസർ വിൽ ബി π/4 + x/2. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണല്ലോ. ഓക്കെ ആണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസും കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ റിസൾട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിലെ സിമ്പിളായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡീൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ആൻഡ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ മാർക്കും സ്കോർ ചെയ്യുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.